ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് വമ്പൻ അന്യഭാഷാ സിനിമകളിൽ ഒന്നാണല്ലോ സൂര്യ നായകനായി എത്തിയ റെട്രോ. കങ്കുവയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സൂര്യ ചിത്രത്തിൽ നിന്നും സൂര്യയുടെ തിയേറ്ററുകളിലൂടെയുള്ള ഒരു വൻ കംബാക്കാണ് നാം പ്രതീക്ഷിച്ചത്. ഇപ്പോഴത്തെ കാർത്തിക് സുബരാജന്റെ സംവിധാനത്തിൽ സൂര്യ നായകനായി എത്തുന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷത്ര അഭിപ്രായങ്ങളിലേക്ക് റെട്രോ എന്ന സിനിമയ്ക്ക് ഉയരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ആദ്യ പകുതിക്ക് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ രണ്ടാം പകുതി താഴെ പോയിരിക്കുന്നു, വീണിരിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിലർക്ക് ഇഷ്ടമാകും, ചിലർക്ക് ഇഷ്ടമാകില്ല എന്ന ലെവൽ അഭിപ്രായങ്ങൾ കൂടി വന്ന സിനിമയ്ക്ക് ആകെ മൊത്തത്തിൽ ഒരു മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങളാണ് ആദ്യ ദിവസം ആദ്യ ഷോയ്ക്ക് ശേഷം വന്നിരിക്കുന്നത്. സന്തോഷ് നാരായണന്റെ സംഗീതം, സൂര്യയുടെ പ്രകടനം എന്നിവയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും കാർത്തിക് സുബ്രാജ് ഇനിയും മികച്ചതാക്കാമായിരുന്നു സിനിമ എന്നൊരു അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. സൂര്യയെ കൂടാതെ ജോജി ജോർജ്, ജയറാം, ഒപ്പം തന്നെ പൂജ ഹെഗ്ഡെ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയാണല്ലോ റെട്രോ. ഇതിൽ ജയറാം പതിവ് പോലെ തന്നെയാണ് എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. ഇതിനിടയിൽ സൂര്യ, ജോജു സീൻസിനും ഒപ്പം തന്നെ പൂജ ഹെഗ്ഡെയുടെ പെർഫോമൻസിനും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതേസമയം കാർത്തിക് സുബ്രാജിന്റെ പൊളിറ്റിക്സ് രണ്ടാം പകുതിയിൽ വന്നപ്പോൾ സിനിമയെ ആകെ മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്ന ലെവലിലേക്കാണ് പലരിലേക്കും എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ലാഗ് അടിപ്പിക്കുന്ന, പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് കൂടി റെട്രോ എന്ന സിനിമ മാറുന്നു എന്നൊരു അഭിപ്രായം വരുന്നതോടെ ആകെ മൊത്തത്തിൽ ഇത് സൂര്യയുടെ കംബാക്ക് എന്ന് പറയാവുന്ന സിനിമയായിട്ട് മാറുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ കങ്കുവയ്ക്ക് ശേഷം പൂർണ്ണ സംതൃപ്തി ലഭ്യമാകാത്ത അടുത്തൊരു സിനിമ കൂടി സൂര്യയുടേതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ആകെ ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്കാണ്. നിലവിൽ മോശമല്ലാത്ത ബുക്കിംഗ് നടക്കുന്ന സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.